നമസ്കാരം. താൻ താൻ നിരന്തരം ചെയ്തിടും കർമ്മത്തിൻ ഫലം താൻ താൻ അനുഭവിച്ചിടും എന്നുള്ളതാണ് സത്യം. കർമ്മം എന്ന് പറയുന്നത് ഒരു നിമിഷം പോലും ആർക്കും കർമ്മം ചെയ്യാതെ വെറുതെ ഇരിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ പറയും ഞാനൊന്നും ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ ആന്തരികമായുള്ള ഓരോ കോശങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആഗമ്യ കർമ്മങ്ങൾ, ഇനിയും വരാൻ പോകുന്ന കർമ്മങ്ങൾ എന്തുകൊണ്ട് നമുക്ക് ഗുണകരമായ രീതിയിലുള്ള കർമ്മങ്ങളായിക്കൂടാ? ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, നാം നിരന്തരം എന്ത് ചിന്തിക്കുന്നു അതായി മാറുന്നു എന്നുള്ളതാണ് സത്യം. ഓരോ കർമ്മങ്ങളും ചെയ്യുന്നതിന് മുമ്പ് വിചിന്തനം ചെയ്യേണ്ടത് അനിവാര്യമാണ്. സാധനാമാർഗത്തിൽ ഒരു ശ്രേഷ്ഠനായ ഒരു ഗുരുവിനെ ലഭിക്കുക എന്നുള്ളത് വളരെ കഠിനമായൊരു കാര്യമാണ്. അതും പ്രത്യേകിച്ച് കലിയുഗത്തിൽ. ഞാൻ ഗുരുവാണ്, എന്നെ ഫോളോ ചെയ്തോളൂ, ഞാൻ പറയുന്നതാണ് സത്യം. ആ ഗുരുവിനെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നാണ്. ട്രസ്റ്റ് ഹാസ് ടു ബി ടെസ്റ്റഡ് ആൻഡ് ട്രസ്റ്റഡ്. ആ വിശ്വാസത്തിനെ നാം ചോദ്യം ചെയ്യണം. അപ്പോൾ ഓരോ കർമ്മങ്ങളും നാം അനലൈസ് ചെയ്യുന്ന വഴി, അപ്പോൾ നമ്മൾ വിചാരിക്കും ഓരോ കർമ്മവും ഇങ്ങനെ ചിന്തിച്ച് അനലൈസ് ചെയ്യാൻ സമാധാനമില്ലാതെ പോകും. അങ്ങനെയല്ല, മഹത്തായ കർമ്മങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം ഈ ജന്മത്തിൽ തന്നെ. കഴിവതും ഈ ജന്മത്തിൽ നമ്മുടെ മാക്സിമം കർമ്മങ്ങൾ ശുദ്ധീകരിച്ച്, എന്തിനാണ് ഈ ജന്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആത്മാവ്, ജീവാത്മാവ് പരമാത്മാവിൽ വിലയം ചെയ്യാൻ വേണ്ടിയാണ് ഈ ജന്മം എടുത്തിരിക്കുന്നത് തന്നെ. അപ്പോൾ കർമ്മശുദ്ധി വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധന അനുഷ്ഠിക്കണം. സാധന, സേവനം, സങ്കീർത്തനം. ഈ സങ്കീർത്തനം ഉദ്ദേശിക്കുന്നത് ഈശ്വര സ്മൃതിയിൽ, ഭഗവാന്റെ സ്മൃതിയിൽ നാം മനസ്സ് അർപ്പിക്കുമ്പോഴും ലയിക്കുമ്പോഴും നമ്മുടെ കർമ്മശുദ്ധി, ഈ ശരീരം ഞാനാണെന്നും ഈ ചെയ്യുന്ന കർമ്മങ്ങൾ ഞാനാ ചെയ്യുന്ന എന്നുള്ളൊരു ബോധത്തോടുകൂടി കർമ്മം ചെയ്യുമ്പോഴാണ് ആ കർമ്മം നമ്മളെ ബാധിക്കപ്പെടുന്നത്. ഗുരു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ മാർഗം തെളിച്ചു തരികയാനായിട്ടും ഈ ഗുരു പല പല ഘട്ടത്തിലൂടെ അനുഭവം സിദ്ധിച്ചൊരു സോളാണ്. അപ്പോൾ ഗുരുവാക്യം പരംവാക്യം എന്ന് പറയുന്നത് മുമ്പേ ഉണ്ടാകാൻ പോകുന്ന കാര്യത്തിനെക്കുറിച്ച് ഗുരു അവെയർ ചെയ്ത് കൊടുക്കുകയും അത് അനുഷ്ഠിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരികയും അതിനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യാവൂ എന്ന് പറയുമ്പോൾ, എന്തിന് ആത്മനിന്ദ പോലും ഗുരുനിന്ദയാണ്. യുവർ ഓൺ സെൽഫ്, നമ്മുടെ തന്നെ ആത്മസ്വരൂപമാണ് ഗുരു. ഗുരു വ്യക്തിയായിട്ട് എടുക്കണമെന്ന കാര്യമില്ല. നമ്മളെ തന്നെ നിന്ന ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്താൽ ഒരു ഗുരു നിന്ന തന്നെയാണ്. ഗുരുതത്വം നമ്മളിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആജ്ഞാചക്രത്തിലാണ്. അപ്പോൾ ആ ഗുരു നിന്ന ചെയ്തു കഴിഞ്ഞാൽ കർമ്മച്യുതി സംഭവിക്കുകയും എത്ര ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ആ ഗുരുവിൻ്റെ ശാപം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ് അതിൽ നിന്ന് പുറത്തു വരുവാൻ. എത്രയോ പ്രാവശ്യം കൊച്ചു കുഞ്ഞിനെ താലോലിച്ച് അതിനെ വീഴാതെ അതിനെ നേർവഴിക്ക് നയിക്കുവാനായി ഗുരു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ തേടിപ്പോകുന്നു. ആ ഗുരുവിനെ നമ്മുടെ കർമ്മസംസ്കാരം ഇല്ലെങ്കിൽ നമ്മുടെ പുണ്യത്തിന് ആധാരമായിട്ടാണ് ഒരു ഗുരു നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുക എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഭാഗ്യം നമ്മൾ തന്നെ തട്ടിക്കളഞ്ഞിട്ട് അലറിക്കൂവി നടന്നുകൊണ്ട് കാര്യമില്ല. എപ്പോഴും ഒരു ശിഷ്യൻ്റെ ഇല്ലെങ്കിൽ ശിഷ്യയുടെ അഭ്യുതകാംക്ഷിയും മാതാവും പിതാവും എല്ലാം തന്നെ ആ ഗുരുവാണ്. ഗുരുവിന് തൻ്റെ ശിഷ്യൻ ഇല്ലെങ്കിൽ ശിഷ്യ പരമ ആ ഉന്നതിയിലേക്കെത്തി ആ മോക്ഷമാർഗം ഇല്ലെങ്കിൽ ആ പൂർണ്ണതയിൽ ലയിക്കാനായിട്ട് സാധ്യതകൾ എന്തൊക്കെയുണ്ടോ, ആ ഗുരുവിന് എത്രമാത്രം ക്ലേശങ്ങൾ വന്നു കഴിഞ്ഞാലും തൻ്റെ ശിഷ്യനെയോ ശിഷ്യയെയോ ഉയർത്തി ആ ഒരു തലത്തിലേക്ക് എത്തിക്കാനാണ് ഗുരു ശ്രമിക്കാറുള്ളത്. ഒരു പക്ഷേ ഗുരുവിൻ്റെ പ്രായം ഇല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് അല്ല
അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്കറിഞ്ഞുകൂടാ, ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പുണ്യവുമായി നാം ഈ ജന്മമെടുത്തിട്ട് ഉള്ള പുണ്യം കളഞ്ഞു കുളിക്കാനായിട്ട് ഗുരുനിന്ദ ചെയ്തു കഴിഞ്ഞാൽ അത് എത്ര ജന്മം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് തന്നെ അറിയാൻ വയ്യാതെ പോവുകയും സാധനയിൽ തടസ്സങ്ങളുണ്ടാകുകയും ചെയ്യും. എപ്പോഴും ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ നമ്മൾ കരഞ്ഞുപോയിരിക്കുകയല്ല വേണ്ട, ശ്രേഷ്ഠമായ സാധനകൾ അനുഷ്ഠിക്കുകയും ദാനം, സേവനം ഒക്കെ അനുഷ്ഠിച്ച് നമ്മുടെ കർമ്മങ്ങളിൽ നിന്ന് നാം രക്ഷ പ്രാപിക്കുകയാണ് വേണ്ടത്. അതുപോലെ തനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ തൻ്റെ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് എപ്പോഴാണ് മമ ആത്മാ സർവഭൂതാത്മ, എന്നിലെ ചൈതന്യമാണ് എല്ലാവരിലും കുടികൊള്ളുന്ന ഉള്ളൊരു ബോധം, ആത്മബോധം ഉണ്ടാകുമ്പോഴാണ് ആരെയും ഉപദ്രവിക്കാനും ആരെയും അവരുടെ മാർഗതടസ്സം ഉണ്ടാക്കാതെ അവർക്ക് നല്ല മാർഗങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ നേർവഴിക്ക് നയിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഒരു ദിവസം ഒരു ശ്രേഷ്ഠമായ കർമ്മമെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ അത്ര തന്നെ പുണ്യം. നാം ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പേ സ്വയം ഒന്ന് വിചിന്തനം ചെയ്യണം. ഞാൻ ഇന്ന് എൻ്റെ ആത്മപുരോഗതിക്ക് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്തു, അനുഷ്ഠിച്ചു, ഇനി എന്താണ് മുന്നോട്ട് വേണ്ടത്, നാളെ എന്താണ് വേണ്ടത്, അങ്ങനെ ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് വിചിന്തനം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ശ്രേഷ്ഠമായ ഈ ജന്മം നമ്മൾക്ക് അതിൻ്റെ ബോധമണ്ഡലത്തിനെ അതിൻ്റെ മാക്സിമത്തിൽ എത്തിക്കാനും സാധിച്ചാൽ ഈ ജന്മം തന്നെ ആ ഭഗവത് ചൈതന്യത്തിൽ വിലയം പ്രാപിക്കാനുള്ള സാധ്യതകളിലേക്ക് നമ്മുടെ ജീവിതം നയിക്കാം. ഇതൊക്കെ പറയുമ്പോഴും എനിക്കെല്ലാം അറിയാം, എന്നെ തിരുത്തണ്ട, ഞാൻ ചെയ്യുന്ന കാര്യമാണ് നല്ലത്. അപ്പോൾ മാതാവിന് തൻ്റെ കുഞ്ഞിന് എത്രമാത്രം ആഹാരമാണ് വേണ്ടതെന്ന് അളവെന്ന് തൂക്കി കൊടുക്കാനും അതിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ദഹനക്കേടുണ്ടാകുന്ന ആ മാതാവിനറിയാം. അപ്പോൾ അതുപോലെ ഓരോ ശിഷ്യനും ആവശ്യമുള്ള മന്ത്രങ്ങളായാലും മാർഗങ്ങളായും ഗുരു നിർദ്ദേശിച്ച് മാർഗനിർദ്ദേശനം ചെയ്യുമ്പോൾ അത് തടസ്സം കൂടാതെ ഇരിക്കാനായിട്ട് ഗുരുകൃപ ഉണ്ടാക്കി എടുത്ത് മുന്നോട്ട് സാധന ചെയ്ത് നമ്മുടെ ഈ ജന്മം ശ്രേഷ്ഠമാക്കുകയാണ് വേണ്ടത്. നാം എല്ലാം ആ പൂർണ്ണതയിൽ ലയിക്കാനായിട്ടാണ് ഈ ജന്മം എടുത്തിരിക്കുന്നത്. തെറ്റുകുറ്റങ്ങളും പോരായ്മകളും എല്ലാവർക്കുമുണ്ട്. പക്ഷേ തെറ്റുകൾ ആവർത്തിക്കാതെയും അതിനെ നല്ല രീതിയിൽ വിചിന്തനം ചെയ്ത് മുന്നോട്ട് പോകുന്ന വഴിയാണ് ജീവിതം വിജയമാണ് ഉണ്ടാകുന്നത്. ആധ്യാത്മികതയും ഭൗതികതയും നമുക്ക് ഈ ജന്മത്തിൽ ആവശ്യമാണ്. ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെയാണ് അത് ബാലൻസ്ഡ് ആയിട്ടിരുന്നാൽ മാത്രമേ മുന്നോട്ട് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എല്ലാം കളഞ്ഞ് മുന്നോട്ട് പോകണം എന്നല്ല പറയുന്നത്. നമ്മുടെ ആചാര്യന്മാർ ഇല്ലേ, ഗുരുപരമ്പര, വർണ്ണാശ്രമ വ്യവസ്ഥകളൊക്കെ വെച്ചിരിക്കുന്നത് ഓരോ മാർഗത്തിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ പൂർണ്ണതയിലെത്താനാണ്. അധികം നീട്ടുന്നില്ല, പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. ഇത് ഒരു മെസ്സേജാണ്. ഇത് പറയുമ്പോൾ ചിലർക്കൊക്കെ ഇതെനിക്ക് വേണ്ടിയാണോ എന്ന് തോന്നിപ്പോവുക. ഇത് ഏത് കാലത്തിലും ഈ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മെസ്സേജ് തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.